എൻ്റെ അമ്മേ, എന്തോരം ഇത് സ്പീഡ് ബ്രേക്കർ വെച്ചേക്കണേ. ഹംസ് ചെറുത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ പരിപാടിയില്ല, ഏറ്റവും അങ്ങോട്ടേക്ക്. ഇതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ആകുന്നത് കൂടുതലും. വണ്ടി വരണുണ്ടോ ഇല്ലയോ എല്ലാം നോക്കിയിട്ട് വേണ്ടേ എടുക്കണം. തന്നെ കയറ്റി വരണേ. എല്ലാം എവിടെ ചെന്നാലും ഇതേ അവസ്ഥ തന്നെ. ഇതിപ്പോൾ ഞാനുള്ളത് കർണാടകത്തിലാണ്. തീർത്ഥഹള്ളിയിൽ നിന്ന് സിദ്ധാർത്ഥയിലോട്ട് പോകാനുള്ള വഴിക്കാണ്. ഇവിടെ ചെറിയ സിറ്റിയാണ്. അവിടെ ഒരിച്ചിരി മാത്രമേ കേടായതുള്ളൂ റോഡെല്ലാം. ബാക്കി നല്ലതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി കൊണ്ടുപോയാനേ ഉള്ളൂ. ഈ റോഡ് പണിതിട്ട് ഒത്തിരി വർഷമായിട്ടുണ്ട്. ഒരു 3-4 വർഷമെങ്കിലായി കാണും. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒരു കുഴിയുണ്ട്. എവിടെയെങ്കിലും ഓവർടേക്ക് ചെയ്തായിരുന്നെങ്കിൽ ആ കുഴിയിൽ വന്ന് ചാട്ടേണ്ടി വന്നേ. അതുകൊണ്ടാണ് ടേർണിലൊന്നും നോക്കാതെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ വണ്ടികൾ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിന് എത്ര നല്ലത് പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ലേറ്റ് ആകുമായിരിക്കും. പിന്നെ സ്ട്രൈറ്റ് റോഡ് കിട്ടുമ്പോൾ നല്ല സ്പീഡിൽ പോവുക. ഇങ്ങനെ വളവ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ട് പോവുക. പിന്നെ ഇടയ്ക്ക് ടേർണിൽ കുഴിയുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്കിഡായിട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ഒരു റംപുണ്ട്, മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക്. വണ്ടി ഇപ്പോൾ മുമ്പിലുണ്ട്. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ നോക്കാതെ കയറ്റി വിടും. നേരെ സ്കിഡാകാനുള്ള ചാൻസും പിന്നെ കൺട്രോൾ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നേരെ പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ സാഗർ പോകുന്ന റോഡാണ്. ഇത് നമുക്ക് സിദ്ധാർത്ഥോട്ട് ലെഫ്റ്റിലോട്ട്. ഇപ്പം ഞാൻ ലെഫ്റ്റിലോട്ടാണ് എടുത്തത്. ഇവിടെ ഒരു ഫാക്ടറി ആണോ കോളേജാണോ എന്ന് എന്താണോ അറിയത്തില്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ റൂട്ടിൽ. ഫുൾ ഫോറസ്റ്റാണിത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 വീട് കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. മൊത്തം ഫോറസ്റ്റാണ്. ഒരു 2-3 കിലോമീറ്റർ. ഇടയ്ക്ക് ഇങ്ങനെ ചവരെല്ലാം മാറി വലിച്ചിട്ടേക്കുക. മനുഷ്യന്മാരുടെ കഥയല്ലേ, എവിടെ ചെന്നാലും ചവരം ഇട്ടിട്ട് പോകും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്ര ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. അതിന് തിന്നാൻ വേണ്ടി അവിടെ വേസ്റ്റ് ഇട്ടത് തിന്നാൻ വേണ്ടി പട്ടികൾ വരും. ഞാൻ ബൈക്കുകാരൻ നോക്കാതെ കയറ്റി ആക്സിഡൻ്റ് ആവും. അങ്ങനത്തെ പരിപാടികൾ കൂടുതൽ ആകും. പുറത്തെ രാജ്യത്ത് ചെയ്യുന്ന മാതിരി എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ചവറിനെ നോക്കിയിട്ട് ഫൈൻ ഇടുവാണെങ്കിൽ എല്ലാം ശരിയാവും. ആദ്യം നമ്മുടെ ആൾക്കാരാണ് ശരിയാകേണ്ടത്. എന്നിട്ട് ഗവൺമെൻറ്റിനെ ശരിയാക്കുക. പറഞ്ഞ് അത്ര ചെയ്യാനുള്ളത്.